السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അതിശ്രേഷ്ഠമായ മുഹറം മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മുഹറം മാസത്തിന് മറ്റു മാസങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ മാസം, ഷഹറുള്ള എന്ന രൂപത്തിൽ അറിയപ്പെട്ട മാസമാണ്. പണ്ടുകാലം മുതൽ തന്നെ മുഹറമിനെ ആളുകൾ ബഹുമാനിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം, ജാഹിലിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ കാലത്തുള്ള ആളുകൾ പോലും മുഹറമിനെ വളരെ പവിത്രമേറിയ മാസമായി കണ്ടിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ കൂടുതൽ നോമ്പ് എടുത്തിരുന്നത് മുഹറമിലാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് മുഹറം മാസത്തിലാണ്, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മുഹറം 9-നും 10-നും വളരെ പവിത്രതയേറിയ ദിവസങ്ങളാണ്. മുൻഗാമികളായ ആളുകൾ മുഹറം 10-ന് നോമ്പനുഷ്ഠിച്ചിരുന്നതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നു. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഖുറൈശികൾ അക്കാലത്ത് മുഹറം 10-ൻ്റെ അന്ന് നോമ്പ് എടുത്തിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ യഹൂദികൾ മുഹറം 10-ൻ്റെ അന്ന് നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. നബി തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസം നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ആദര സൂചകമായി ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഹനു അഹഖു ബി മൂസാ മിൻകും. നിങ്ങളെക്കാൾ മൂസ നബിയോട് ബന്ധപ്പെട്ടവർ ഞങ്ങളാണ്, നിങ്ങളെക്കാൾ കടമ മൂസാ നബിയോട് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് മുഹറം 10-ന് നോമ്പെടുക്കാൻ ആജ്ഞാപിക്കുകയാണ്. മുമ്പ് നോറ്റിരുന്നതിനേക്കാൾ വളരെ 10 മടങ്ങ് ആവേശത്തോടു കൂടി സ്വഹാബാക്കൾ ഈ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മുഹറം എന്നത് വിമോചനത്തിൻ്റെ മാസമാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല രക്ഷിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല മുഹറമിൽ നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മുഹറം 10-ൻ്റെ അന്ന് നൽകിയിട്ടുണ്ട്. അതും നമുക്കും മുഹറം വിമോചനത്തിൻ്റെ മാസമായി തീരണം. നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. ദുനിയാവിലെ പ്രശ്നങ്ങൾ, അതുപോലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആലയിലേക്ക് കേണപേക്ഷിച്ച് പ്രാർത്ഥനാപൂർവം നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഹറം 10-ൻ്റെ അന്ന് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അവൻ്റെ പൊറുക്കപ്പെടും. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ സാധിക്കുന്ന ഒരു നോമ്പാണ് മുഹറം 10-ൻ്റെ അന്നത്തെ നോമ്പ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടുകൂടി മുഹറം 10-ൻ്റെ നോമ്പോടുകൂടി നമ്മൾ മുഹറം 9-ൻ്റെ അന്നും നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുഹറം 10-ൻ്റെ അന്ന് നിങ്ങൾ നോമ്പെടുക്കണം. സൂമു യൗമ ആശൂറ,
നിങ്ങൾ മുഹറം 10 നോമ്പെടുക്കണം. വഖാലിഫുൽ യഹൂദ, യഹൂദികളോട് നിങ്ങൾ എതിരാവണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു വസൂമു ഖബ്ലഹു യൗമൻ വബഅദഹു യൗമൻ, 10ന്റെ മുമ്പ് ഒരു ദിവസവും 10ന്റെ ശേഷം ഒരു ദിവസവും നിങ്ങൾ നോമ്പെടുക്കണം. എന്ന് പറഞ്ഞാൽ മുഹറം 9ന്റെ അന്ന് നിങ്ങൾ നോമ്പെടുക്കണം, 10ന്റെ അന്നും നിങ്ങൾ നോമ്പെടുക്കണം, 11ന്റെ അന്നും നിങ്ങൾ നോമ്പെടുക്കണം. എന്തിനു വേണ്ടിയാണ്? യഹൂദികളോട് എതിരാവാൻ വേണ്ടിയാണ്. അവർ മുഹറം 10ന്റെ അന്ന് മാത്രം നോമ്പെടുക്കുന്നവരാണ്. അവരെപ്പോലെ നാം ആവാതെ മുഹറം 9നും 10നും 11നും 3 ദിവസവും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ സജീവമായി മുഹറമിലെ ഈ പ്രത്യേകമായ നോമ്പ് മുഹറം 9നും 10നുമെങ്കിലും വളരെ കർക്കശ്യത്തോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ മുഹറം 10ന്റെ അന്ന് കുടുംബത്തിന് ഭക്ഷണത്തിലൊക്കെ വിശാലത ചെയ്ത് കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആശൂറാ ദിവസം തനിക്കും തൻ്റെ കുടുംബത്തിനും വിശാലത ചെയ്താൽ ആ വർഷം മുഴുക്കയും അള്ളാഹു അവനെ വിശാലമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, 40 വർഷക്കാലം ഞാനിത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, അതിനെതിരായി ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഹറം 10ന് വളരെ റാഹത്തായ രൂപത്തിൽ സാധാരണയിൽ നിന്ന് വിഭിന്നമായി കുടുംബത്തിന് ഭക്ഷണത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ വിശാലത ചെയ്തു കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിൻ്റെ പവിത്രതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നല്ല അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹറം 9ന്റെ അന്നും 10ന്റെ അന്നും അഥവാ നാളെയും മറ്റന്നാളുമാണ് മുഹറം 9ഉം 10ഉം നമ്മിലേക്ക് വന്നിട്ടുള്ളത്. ആ ദിനങ്ങളിൽ പ്രത്യേകമായ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.